ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാരികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിലെ പ്രധാന ടോപ്പിക്കായിട്ടുള്ള കേരള ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തനങ്ങളും എന്ന ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ റിവിഷനാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷ എഴുതുന്ന കൂട്ടുകാരികളുണ്ടെങ്കിൽ മാക്സിമം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരികളുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അതായത് ഈ ഒരു 2023 മുതൽ 25 വരെയുള്ള സ്പെഷ്യൽ ടോപ്പിക് വന്നതിന് ശേഷമുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു കേരള ജയിൽ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ ആരൊക്കെ എന്നുള്ളതാണ്. ഇത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ NCAയിൽ 2025 ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പം ചോദ്യം എന്താണ്? അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ ആരൊക്കെയാണെന്നുള്ളതാണ്. അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ, സിവിൽ തടവുകാർ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഏതാണ്? അതീവ സുരക്ഷാ ജയിലാണ്. അപ്പോൾ അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ ആരൊക്കെയായിരിക്കും? ഒന്ന് ഭീകരവാദികളായിരിക്കും. ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഭീകരവാദികളെ സാധാ ജയിലിൽ കൊണ്ട് ഇട്ടാൽ പറ്റുമോ? ഇല്ല. അപ്പോൾ ഭീകരവാദികളെ എവിടെയാണ്? അതീവ സുരക്ഷാ ജയിലിൽ ഇടണം. അതുപോലെ തന്നെ അപകടകാരികളായ തടവുകാരെയും അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കണം. അതുപോലെ തന്നെ തീവ്രവാദികളായിട്ടുള്ളവരെയും എവിടെയാണ്? അതീവ സുരക്ഷാ ജയിലിലാണ് പാർപ്പിക്കേണ്ടത്. എന്നാൽ സിവിൽ തടവുകാരെ അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കരുത്. അപ്പം ഇത് പാർപ്പിക്കേണ്ട തടവുകാരൊക്കെയാണ്? ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ. സിവിൽ തടവുകാരെ പാർപ്പിക്കാനായിട്ടുള്ള സിവിൽ ജയിലുകൾ അഥവാ ജില്ലാ ജയിലുകൾ, സബ് ജയിലുകളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിന് ആൻസർ ഏതാണ് അപ്പം വരുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1, 2, 3 ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 1, 2, 3 ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം, ഇപ്പോഴേ പഠിച്ചു പോവാ. അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ ആരൊക്കെയാണ്? ഭീകരവാദികൾ, അപകടകാരികളായിട്ടുള്ള തടവുകാർ, തീവ്രവാദികൾ. നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കി തന്നെ കണ്ടുപിടിക്കാന്നുള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണെന്ന് നോക്കാം. അപ്പോൾ എന്താണ്? കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോട്ട് ചെയ്തോണം, ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് പരോളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തെ നോക്കാം. വ്യവസ്ഥകൾക്ക് വിധേയമായി ഉചിതമായ കാലാവധിക്ക് പരോൾ നൽകാം. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് പരോൾ കൊടുക്കുന്നത്? എങ്ങനെയാണ്? വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമാണ്. അതായത് വ്യവസ്ഥകൾക്ക് വിധേയമായി ഉചിതമായ കാലാവധിക്ക് പരോൾ നൽകാം. അത് ക്ലിയർ ആണ്. അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും. അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പം ഇതാണ് ആൻസറായിട്ട്, ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. എന്താണ്? ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കുമോ? ഇല്ലല്ലോ. അതിന് ചില വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വ്യവസ്ഥകളും കാര്യങ്ങളും അതുപോലെ തന്നെ അതായത് വലിയ കുറ്റമൊക്കെ ചെയ്തവർക്ക് എന്താണ് പരോൾ ലഭിക്കത്തില്ലല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി നോക്കാം. എന്താണ്? അടുത്ത ബന്ധുവിൻ്റെ ഗുരുതരമായ രോഗമോ മരണമോ കാരണം പരോൾ നൽകാം. അതും നൽകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റേതെങ്കിലും മതിയായ കാരണമോ സംഗതിയിലോ പരോൾ നൽകാം. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത്, അതായത് പരോളുമായി ബന്ധപ്പെട്ടത് ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കുമെന്നുള്ളതാണ് ശരിയല്ലാത്ത വ്യവസ്ഥ പരോളുമായിട്ട് ബന്ധപ്പെട്ട്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, തടവുകാരെ പ്രത്യേകിച്ചു സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ എന്താണ് ചോദ്യം? എന്താണ്? തടവുകാരെ, നമ്മുടെ പ്രിസണേഴ്സിനെ, അതായത് തടവുകാരെ പ്രത്യേകിച്ചു സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ജൂനിയർ സൂപ്രണ്ട്, ജയിൽ ഡോക്ടർ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, വെൽഫെയർ ഓഫീസർ. അപ്പോൾ ഇവിടെ ആരാണ് കൗൺസിലറായിട്ട് പ്രവർത്തിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചോണം. വെൽഫെയർ ഓഫീസറാണ് കേട്ടോ. വെൽഫെയർ ഓഫീസറാണ്.
അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം, ഇപ്പോഴേ പഠിച്ചു വെച്ചോളൂ. തടവുകാരെ പ്രത്യേകിച്ചു സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും അതുപോലെ തന്നെ വ്യക്തിപരവും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ കൗൺസിലറായി പ്രവർത്തിക്കേണ്ട ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ആരാണ്? വെൽഫെയർ ഓഫീസർ. പഠിച്ചു വെച്ചോളൂ, വെൽഫെയർ ഓഫീസറാണ് ഒരു കൗൺസിലറായിട്ട് പ്രവർത്തിക്കേണ്ടത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, 2014 കേരള പ്രിസൺ 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സന്മാർഗിക സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തത് ആരാണ്? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സന്മാർഗീകരണ സേവനങ്ങളും നിർവഹണവും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗം അല്ലാത്തത് ആരാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്താണ്, അതായത് എന്താണ് ഈ ഒരു ചട്ടപ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ ആ സമിതിയിൽ അംഗമല്ലാത്തത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആരാണ് ഇവിടെ വരുന്നത്? ജയിൽ DGP ഉണ്ട്, പോലീസ് DGP ഉണ്ട്, ജില്ലാ പ്രൊബേഷൻ ഓഫീസർ ഉണ്ട്, അതുപോലെ തന്നെ ജില്ലാ ജഡ്ജി ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. പോലീസ് DGP ആണ് ഈ സമിതിയിൽ അംഗമല്ലാത്തത്. അപ്പോൾ ഈ സമിതിയിൽ അംഗമായിട്ടുള്ളത് ആരൊക്കെയാണ്? ജയിൽ DGP വരും, ജില്ലാ പ്രൊബേഷൻ ഓഫീസർ വരും, ജില്ലാ ജഡ്ജി വരും കേട്ടോ. അപ്പോൾ ഇവിടെ അംഗമല്ലാത്തത് ആരാണ്? പോലീസ് DGP ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ എന്ന് തിരഞ്ഞെടുക്കുക. അപ്പം ഈ പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് തിരഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്താണ്? തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ തുറന്ന ജയിലുകളിലുള്ള വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് എന്താണ്? കൂടുതലാണ്. അപ്പോൾ തുറന്ന ജയിലിലൊക്കെ പണിയെടുക്കുന്നവർക്കും അവർക്കുള്ള ദിവസക്കൂലിയൊക്കെ മറ്റുള്ള ജയിലുകളിനെ അപേക്ഷിച്ച് എന്താണ്? വേതനം കൂടുതലാണ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. തടവുകാർ ആർജിക്കുന്ന വേതനം മുഴുവനായും കുടുംബത്തിന് അയച്ചു കൊടുക്കാൻ കഴിയും. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മുഴുവനായിട്ടും കുടുംബത്തിന് അയച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അന്തേവാസികളായ തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ്? അന്തേവാസികളായ തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്കും അർഹത ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ C ആണ് വരുന്നത്. 1ഉം 3ഉമാണ്. 1ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? തവനൂർ സെൻട്രൽ ജയിലാണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പഠിച്ചു വെച്ചോളൂ. അപ്പോൾ എന്താണ്? കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ചോദ്യം നല്ല രീതിയിൽ മനസ്സിലാക്കണം. ആദ്യ ജയിലിൽ നല്ല ചോദിച്ചിട്ടുള്ളത് കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? തവനൂർ സെൻട്രൽ ജയിലാണ്. തവനൂർ എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ് തവനൂർ കേട്ടോ. അടുത്ത ചോദ്യം. കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ട് അഥവാ കാപ്പ നിയമം പ്രകാരം കരുതൽ തടങ്കലിൽപ്പെടുന്ന ആൾക്കാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണെന്നുള്ളത് നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ എന്താണ്? കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അഥവാ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽപ്പെടുന്ന ആൾക്കാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ ജയിലാണ് കേട്ടോ. ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ D ആണ് ആൻസർ. സെൻട്രൽ ജയിലിലാണ് കരുതൽ തടങ്കലിൽപ്പെടുന്ന ആൾക്കാരെ പാർപ്പിക്കുന്ന ജയിൽ എന്ന് പറയുന്നത് സെൻട്രൽ ജയിലാണ് കേട്ടോ. സെൻട്രൽ ജയിൽ. അടുത്ത ചോദ്യം നോക്കാം. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഏതാണ് ആ സ്ഥാപനം? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ A ആണ് ആൻസർ. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസാണ് കേട്ടോ. അപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം ഏതാണ്? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. അടുത്ത ചോദ്യം. കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേരെന്താണ്? അപ്പം എന്താണ്? കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേരെന്താണ്? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് കേട്ടോ. പഠിച്ചു വെച്ചോളാം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആണ് കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം.
തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്രയാണ്? 6 വയസ്സ് വരെ പാർപ്പിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ചോദ്യമാണ്, പഠിച്ചു വെച്ചോളൂ. തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്രയാണ്? 6 വയസ്സ്. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ ജയിലാണ് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ ജയിലാണ്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ ഏതാണ്? തവനൂർ സെൻട്രൽ ജയിലാണ് കേട്ടോ. തവനൂർ സെൻട്രൽ ജയിലാണ്. നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, സെൻട്രൽ ജയിൽ ജോയിൻറ്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക ഏതാണ്? വനിതാ ജയിൽ സൂപ്രണ്ടാണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ. സെൻട്രൽ ജയിൽ ജോയിൻറ്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക ഏതാണ്? വനിതാ ജയിൽ സൂപ്രണ്ടാണ്. അടുത്തത്, നെട്ടുകാൽ തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം എന്നാണ്? 1962 കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, നെട്ടുകാൽ തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം ഏതാണ്? 1962. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, കേരളത്തിൽ എത്ര തുറന്ന ജയിലുണ്ടെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. എത്ര തുറന്ന ജയിലുണ്ട്? 3 തുറന്ന ജയിലുകളാണ് കേരളത്തിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. നെട്ടുകാൽ തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം എന്നാണ്? 1962. കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതാണ്? തവനൂർ സെൻട്രൽ ജയിലാണ് കേട്ടോ. ഇപ്പം 3 ക്വസ്റ്റ്യനായി 3 പരീക്ഷകളിൽ ഇത് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതാണ് തവനൂർ സെൻട്രൽ ജയിലിനെ കുറിച്ച്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതാണ്? തവനൂർ സെൻട്രൽ ജയിലാണ്. നമ്മൾ പഠിച്ചതാണ്, മലപ്പുറത്താണ്. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? അലക്സാണ്ടർ ജേക്കബ് ആണ് കേട്ടോ. അലക്സാണ്ടർ ജേക്കബ് ആണ്. പഠിച്ചു വെച്ചോളൂ. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? അലക്സാണ്ടർ ജേക്കബ്. അടുത്ത ചോദ്യം, ബോസ്റ്റൽ ആണ്. അപ്പോൾ ബോസ്റ്റൽ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരെയാണ്? അപ്പോൾ ബ്രോസ്റ്റൽ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരെയാണ്? 18 മുതൽ 21 വയസ്സ് വരെയുള്ള തടവുകാരെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെയാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ബോസ്റ്റൽ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരെയാണ്? 18 മുതൽ 21 വയസ്സ് വരെയുള്ള തടവുകാരെയാണ് ബോസ്റ്റൽ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരു ബോസ്റ്റൽ സ്കൂളാണുള്ളത്. കേരളത്തിലെ ഏക ബോസ്റ്റൽ സ്കൂൾ എവിടെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. തൃക്കാക്കര, എറണാകുളം. അപ്പോൾ തൃക്കാക്കര ബോസ്റ്റൽ സ്കൂൾ എറണാകുളം. അപ്പോൾ പഠിച്ചു വെക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം. 18 മുതൽ 21 വയസ്സ് വരെയുള്ള തടവുകാരെയാണ് ബോസ്റ്റൽ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏക ബോസ്റ്റൽ സ്കൂൾ വരുന്നത് തൃക്കാക്കരയിലാണ്. തൃക്കാക്കര എവിടെയാണ്? എറണാകുളത്താണ്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. അടുത്തത്, ജില്ലാ കളക്ടർ ഈ സമിതിയിൽ അംഗമാണ്. അത് ശരിയായിട്ടുള്ളതാണ്. ജില്ലാ കളക്ടർ ഈ ഒരു സമിതിയിൽ അംഗമാണ് കേട്ടോ. അതുപോലെ തന്നെ സമിതിയുടെ കോറം 5 ആയിരിക്കും. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. 1, 2, 4 ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 1, 2, 4 ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു മിനിറ്റ്. അതായത് തടവുകാരെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ഒന്ന് ജസ്റ്റ് ഒരു ഡൗട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് ഇപ്പം പറയാമേ.
അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്, ജില്ലാ കളക്ടർ ഈ ഒരു സമിതിയിൽ അധ്യക്ഷനാണ്, അതുപോലെ തന്നെ ജില്ലാ ജഡ്ജി അധ്യക്ഷനായിരിക്കും. അപ്പം അതുപോലെ തന്നെ സമിതിയുടെ കോറം അഞ്ചല്ല അതാണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആയിരിക്കും. അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം ഏതാണ്? 3 ആയിരിക്കും. ഓക്കെ, അത് ഞാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കാം. സമിതിയുടെ കോറത്തിൻ്റെ കോറം എത്ര ആയിരിക്കും എന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത ചോദ്യം, കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാം നമുക്ക്. ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ജയിൽ വകുപ്പിൻ്റെ ആസ്ഥാനം കണ്ണൂരാണ്. ശരിയാണോ? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ജയിൽ വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പൂജപ്പുര, തിരുവനന്തപുരമാണ് കേരള ജയിൽ വകുപ്പിൻ്റെ ആസ്ഥാനം വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ്. ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ്. ശരിയാണ്. ഏറ്റവും പഴയ ജയിൽ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അതുപോലെ തന്നെ 3 തുറന്ന ജയിലുകളാണുള്ളത്. ശരിയാണ്. അതെന്താണ്? 3 തുറന്ന ജയിലുകളാണുള്ളത്. അപ്പം കേരളത്തിൽ 3 തുറന്ന ജയിലുകളാണുള്ളത്. എവിടെയൊക്കെയാണ്? ഒന്ന് നെട്ടുകാൽ തേരി തിരുവനന്തപുരം, രണ്ടാമത്തെ ഏതാണ്? ചീമേനി കാസർഗോഡ്, മൂന്നാമത്തെ ഏതാണ്? പൂജപ്പുര തിരുവനന്തപുരം. അപ്പം കേരളത്തിൽ 3 തുറന്ന ജയിലുകളാണുള്ളത്. എവിടെയൊക്കെയാണ്? നെട്ടുകാൽ തേരി തിരുവനന്തപുരം, അതുപോലെ തന്നെ ചീമേനി കാസർഗോഡ്, അതുപോലെ തന്നെ പൂജപ്പുര തിരുവനന്തപുരം. ഇവ 3മാണ് 3 തുറന്ന ജയിലുകളായിട്ട് കേരളത്തിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ജില്ലാ ജയിലുകളുടെ എണ്ണം 14 ആണോ? തെറ്റല്ലേ. ജില്ലാ ജയിലുകളുടെ എണ്ണം എത്രയാണ്? 13 ജില്ലാ ജയിലുകളാണ് വരുന്നത്. നമ്മൾ പഠിച്ചതാണ്. നോർത്ത് സോൺ, സൗത്ത് സോൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. മധ്യമേഖല ജയിലുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. അപ്പം ജില്ലാ ജയിലുകളുടെ എണ്ണം 13 വരുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? 2ഉം 3ഉമാണ്. അപ്പം ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 2ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് അവസാനത്തെ ചോദ്യം, നിലവിൽ കേരളത്തിലെ ജയിൽ വകുപ്പ് മേധാവി അഥവാ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആരാണ്? ബൽറാം കുമാർ ഉപാധ്യയാണ് കേട്ടോ. ബൽറാം കുമാർ ഉപാധ്യ അഥവാ ജയിൽ DGP എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിൽ നിന്ന് ഇതൊരു ചോദ്യം ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് പാർട്ടായിട്ട് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. നിലവിലെ കേരളത്തിലെ ജയിൽ വകുപ്പ് മേധാവി അഥവാ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആരാണ്? ബൽറാം കുമാർ ഉപാധ്യ എന്നാണ്. അദ്ദേഹമാണ് നിലവിലെ ജയിൽ വകുപ്പ് മേധാവിയായിട്ട് വരുന്നത്. ക്ലിയർ ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ജയിൽ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട PYQ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു റിവിഷൻ ക്ലാസ്സായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ അവതരിപ്പിച്ചത്. ഇതിനു മുമ്പേ നമ്മൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമം, വിവരാവകാശ സംരക്ഷണ നിയമം, ഇതിൻ്റെയൊക്കെ PYQ റിവിഷൻ ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് പോയി അതുകൂടെ പോയി ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പായിട്ടും വരുന്നതാണ്. അതുകൂടാതെ തന്നെ ഇനി നമ്മൾ സൈക്കോളജിയുടെ PYQ റിവിഷൻ ക്ലാസ്സാണ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ മാക്സിമം കാണുക. അതിനുശേഷം നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ 24 പരീക്ഷ എഴുതുന്ന കൂട്ടുകാരികൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് പകരമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഇടുന്നതാണ്. മോഡൽ ക്വസ്റ്റ്യൻസും PYQ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. ക്ലാസ്സുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് പരീക്ഷ എഴുതുകയുള്ളൂ. നമ്മുടെ ക്ലാസ്സസ് ധൈര്യമായിട്ട് വിശ്വസിച്ച് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മാർക്ക് ഉറപ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് ചോദിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സസും ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സസും ഒക്കെ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സീരീസ് ഒക്കെ കാണുന്ന കൂട്ടുകാരികളുണ്ടെങ്കിൽ മാക്സിമം അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. മാർക്ക് ഉറപ്പായിട്ടും വരും ദിവസങ്ങളിൽ ഞാൻ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് കാണണേ. മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. മാക്സിമം നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് കൊടുത്തില്ലെങ്കിലും നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്താൽ മതി. ബാക്കിയുള്ളവർക്ക് അത് റെക്കമെൻഡേഷൻ പോകുന്നതാണ്. അത് വലിയൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ടൊക്കെ ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പം ഇതുവരെ നമ്മുടെ അവസാനം വരെ ക്ലാസ് കണ്ട കൂട്ടുകാരികൾക്ക് എല്ലാവർക്കും താങ്ക് യു ഓൾ.